ഈ ചെറിയ ചടങ്ങിൽ എത്തിച്ചേരാൻ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും സംഘഗ്രാമത്തിൻ്റെ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. നമുക്കറിയാം, സംഘഗ്രാമം എന്നുള്ള ആശയം രൂപപ്പെട്ട അന്നു മുതൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമാണ് ഈ സംഘഗ്രാമത്തിൽ വിഭാവനം ചെയ്തതുപോലെ ഒരു പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് ബാബാ സാഹേബ് അംബേദ്കർ നമുക്ക് നൽകിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അക്കാര്യത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ അതിൻ്റെ ആരംഭം കുറിക്കണം എന്നുള്ള തീരുമാനവും നമ്മൾ ആദ്യത്തെ യോഗത്തിൽ തന്നെ തീരുമാനിച്ചതായിരുന്നു. ആ നിലയ്ക്ക് നമുക്കിവിടെ ഇതിനുവേണ്ടി ഒരു ഭൂമി 3.4 ഏക്കർ ഭൂമി സ്വന്തമാക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ അതിൽ ഈ പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രത്തിന് വേണ്ടി തറക്കല്ലിടാൻ കഴിഞ്ഞതും വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെയാണ് നമ്മൾ തീരുമാനിച്ച് ഇനിയുള്ള വർഷങ്ങളിൽ ബാബാ സാഹേബിൻ്റെ ജന്മദിനം നമ്മൾ തദ്ദേശീയ ഉത്സവമായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ആഘോഷിക്കണം എന്നുള്ള തീരുമാനം കഴിഞ്ഞ ജനുവരി 14-ാം തീയതി നമ്മൾ എടുക്കുകയുണ്ടായി. ആ നിലയ്ക്ക് നമ്മളിന്ന് ഒത്തുകൂടിയിട്ടുള്ളത് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ഒരു ഉത്സവം എന്നുള്ള നിലയ്ക്കാണ്. ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സംഘഗ്രാമത്തിൻ്റെ പേരിലും ഭീമിഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ വാദപ്രതിവാദങ്ങൾക്കോ സംവാദങ്ങൾക്കോ ഒന്നുമല്ല നമ്മൾ ഈ വേദി ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മളെ സ്വയം തിരിച്ചറിയുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ മുന്നോട്ട് എങ്ങനെ നമ്മുടെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തമ്മിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുക, സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുക. നമ്മൾ വളരെ ആഘോഷപൂർവ്വം ഈ ദിനം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.